ഹലോ, നമുക്കൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ. അതിന് ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. സവാള, തേങ്ങാക്കൊത്ത്, തക്കാളി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി. ഇതിലേക്ക് വേണ്ടി പൊടികൾ: മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ പീസ് പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക, കുറച്ച് പെരുംജീരകം എല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യമെങ്കിൽ പിന്നീട് ചേർത്താൽ മതി. കറിവേപ്പില ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തിടാം. ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുമ്പോഴും വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും, വെള്ളം ഒഴിക്കുന്നില്ലാത്തതുകൊണ്ട്. ഇപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ.